നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം മൂലം നക്ഷത്രക്കാരുടെ കഴിഞ്ഞ ജന്മത്തിലെ വിശേഷമാണ് ഞാനിവിടെ പറയുന്നത്. ഈ വീഡിയോയിൽ പറയുന്നത് മൂലം നക്ഷത്രക്കാർ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ മൂലം നക്ഷത്രക്കാർ ആരായിരുന്നു എന്നും ഇവരുടെ പൂർവ്വജന്മ രഹസ്യം എന്താണെന്നും ആണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ വീഡിയോ വിശ്വാസികൾക്കുള്ളതാണ്. അവിശ്വാസികൾ കാണണമെന്നില്ല. കാരണം അവർ പറയും ഞാനിത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി പറയണേനെന്ന്. എന്നാൽ സത്യം അതല്ല. ഭാരതീയ ജ്യോതിഷത്തിൽ തന്നെ പറയുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാരതീയ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് ഈ വിഷയം. അതായത് ഒരാളുടെ മുൻജന്മ കാര്യങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്നും പുനർജന്മം അല്ലെങ്കിൽ മുൻജന്മം ഒക്കെ ഉണ്ടെന്ന് ജ്യോതിഷപരമായ ചിന്തകളിലൂടെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യവും കൂടിയാണ്. അപ്പൊ ഭാരതീയ ജ്യോതിഷം ഒരാളുടെ പൂർവ്വജന്മത്തെപ്പറ്റി ധാരാളം പറയുന്നുണ്ട്. 19ാം നൂറ്റാണ്ടിലെ ഗ്രന്ഥങ്ങളിലും പാരമ്പര്യ ജ്യോതിഷ ചിന്തകളിലും പൂർവ്വജന്മ കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആദ്യം തന്നെ ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് പറയണ്ടേ, എന്നിട്ടല്ലേ നമുക്ക് വിഷയത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. കാരണം ഇത് ഒരാളുടെ പൂർവ്വജന്മം എങ്ങനെ കണ്ടുപിടിക്കാം, അത് കണ്ടുപിടിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ഇവിടെ ഇപ്പൊ പറയുന്നത്. അതായത് 5ാം ഭാവം കൊണ്ടും ഒരാളുടെ ഗ്രഹനിലയിലെ 5ാം ഭാവം കൊണ്ടും 9ാം ഭാവം കൊണ്ടും 12ാം ഭാവം കൊണ്ടും ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇതൊരു സാമാന്യമായ ഫലമാണ് പറയുന്നത്. അതായത് ഈ മൂലം നക്ഷത്രക്കാരുടെ ഒരു സാമാന്യമായ ഫലം. ഈ മൂലം നക്ഷത്രക്കാർ എല്ലാവരും ഒരേ സമയത്ത് ജനിച്ചവരായിരിക്കില്ലല്ലോ, ഇല്ലേ? അവരുടെ ലഗ്ന സമയങ്ങൾ ഒക്കെ വ്യത്യാസം വരും. അപ്പൊ അതനുസരിച്ച് അവരുടെ ഓരോരോ ഭാവങ്ങളിലും വ്യത്യാസം വരും. ആ വ്യത്യാസം അനുസരിച്ചുള്ള ഭാവങ്ങളിലൂടെ ചിന്തിച്ചാൽ മാത്രമേ ഒരാളുടെ പൂർവ്വജന്മത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സാമാന്യമായ, അതായത് മൂലം നക്ഷത്രക്കാർക്ക് ഒരു സാമാന്യമായ ഒരു മുൻജന്മ ഫലം അല്ലെങ്കിൽ മുൻജന്മ രഹസ്യം ഇവരുടെ എന്താണെന്നൊരു സാമാന്യമായിട്ട് പറഞ്ഞാലേ പറ്റുള്ളൂ. കൂടുതൽ കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ അയാളുടെ ജാതകം പരിശോധിച്ച് കൃത്യത വരുത്തണം. ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ഗ്രഹനിലകളിൽ പ്രത്യേകിച്ച് വേടവും കേതുവും ഒക്കെ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നോക്കിയിട്ട് വേണം കൂടുതൽ കാര്യങ്ങൾ പറയാൻ. ഈ വീഡിയോ നിങ്ങളൊന്ന് മുഴുവനായി കാണാൻ ശ്രമിക്കണം. അതുകൂടാതെ ഇതൊന്ന് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. കാരണം അവരിലും ഇത് എത്തണം ഈ വീഡിയോ. കാരണം അവരുടെ മുൻജന്മ കർമ്മങ്ങൾ അല്ലെങ്കിൽ മുൻജന്മ കർമ്മഫലം അല്ലെങ്കിൽ മുൻജന്മ കർമ്മ രഹസ്യങ്ങൾ ഇതെല്ലാം അവർക്കും അറിയാൻ സാധിക്കുമല്ലോ. അപ്പോ എന്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് ഒരു വിനീതമായ ഒരു അഭ്യർത്ഥന ഇവിടെ വെക്കുകയാണ്. അപ്പൊ നമുക്ക് മൂലം നക്ഷത്രക്കാർ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു നോക്കാം. ഈ നക്ഷത്രത്തിന്റെ ദേവത നിര്യതിയാണ്. ഇതിന്റെ അധിപൻ കേതുവാണ്. ഈ നക്ഷത്രം ധനുരാശിയിലാണ് വരുന്നത്. മൂലം നക്ഷത്രം. മുൻജന്മത്തിൽ ഇവർ ലൗകിക സുഖങ്ങൾ വെടിഞ്ഞവരായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ലൗകികമായ ആ ഒരു സുഖ സൗകര്യങ്ങൾ കളഞ്ഞു ജീവിച്ചിരുന്നവരാണ് ഇവർ. അതായത് അതിൽ മുഴുകാതെ ലൗകികപരമായ കാര്യങ്ങളിൽ മുഴുകാതെ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചിരുന്നവരായിരിക്കാൻ സാധ്യതയുണ്ട്.
സത്യം കണ്ടെത്താൻ ഇവർക്ക് ഒരു പ്രത്യേക കഴിവുള്ള ഒരു നക്ഷത്രമാണ് ഈ മൂലം നക്ഷത്രക്കാർ. ഇത് ഈ ജന്മത്തിലും ഈ കഴിവ് അവർക്കുണ്ട്. ഈ മൂലം നക്ഷത്രക്കാർക്ക് ഞാൻ ഈ പറഞ്ഞ കഴിവ് ഈ ജന്മത്തിലും അവർക്കുള്ളതാണ്. മൂലം നക്ഷത്രത്തിന്റെ 5-ാം ഭാവം കൊണ്ടും 9-ാം ഭാവം കൊണ്ടും 12-ാം ഭാവം കൊണ്ടും ഒക്കെ ചിന്തിക്കുമ്പോൾ ഇവരാരായിരുന്നു എന്ന് ഒന്നുകൂടി നമുക്ക് വ്യക്തമാകും. അപ്പോൾ ആദ്യം തന്നെ മൂലനക്ഷത്രത്തിന്റെ 5-ാം ഭാവം അത് ചൊവ്വയുടെ രാശിയാണ്, മേടൻ രാശിയാണ്. ഇത് വെച്ച് നോക്കിയാൽ ഇവർ കഴിഞ്ഞ ജന്മത്തിൽ സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടിയ പോരാളികളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായ? അവരൊരു യോദ്ധാക്കളായിരുന്നു, പോരാളികളായിരുന്നു. സത്യവും ധർമ്മവും നീതിക്കും വേണ്ടി പടപൊരുതിയവരായിരുന്നു ഈ മൂലം നക്ഷത്രക്കാർ കഴിഞ്ഞ ജന്മത്തിൽ. ഇവരുടെ 9-ാം ഭാവം കൊണ്ട് ചിന്തിച്ചാലുണ്ടല്ലോ, അത് ചിങ്ങൻ രാശിയാണ്. കഴിഞ്ഞ ജന്മത്തിൽ ഇവർക്ക് പിതൃക്കളുടെ അനുഗ്രഹം കിട്ടി ജീവിച്ചിരുന്നവരാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പിതൃക്കളുടെ അനുഗ്രഹങ്ങൾ ഇവർക്ക് ധാരാളം കിട്ടിയിട്ടുണ്ട് മുൻജന്മത്തിൽ. ഇവരുടെ 9-ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ. ഇവരുടെ 12-ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ അത് വൃശ്ചികൻ രാശിയാണ്. കഴിഞ്ഞ ജന്മത്തിൽ ഇവർക്ക് പിതൃക്കളുടെ അനുഗ്രഹം കിട്ടി ജീവിച്ചിരുന്നവരായിരുന്നു എന്ന് പറയാം. പന്ത്രണ്ടാം ഭാവം കൊണ്ട് ചിന്തിച്ചുമ്പോ നേരത്തെ ഞാൻ പറഞ്ഞത് 9-ാം ഭാവം കൊണ്ടാണ് കേട്ടോ. പിതൃക്കളുടെ കാര്യങ്ങൾ 9-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കേണ്ടത്. 12-ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ, അതായത് വൃശ്ചികൻ രാശി, കഴിഞ്ഞ ജന്മത്തിന്റെ അവസാന കാലത്ത് ഇവർ ആത്മീയമായ കഠിന പ്രയത്നങ്ങൾ ചെയ്ത് ജീവിച്ചിരുന്നവരായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആത്മീയ ചിന്തകളിലൂടെ ജീവിച്ചിരുന്നവരാണ്. അത് പ്രത്യേകിച്ച് ഇവരുടെ കഴിഞ്ഞ ജന്മത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഇവർ ഇങ്ങനെ ജീവിച്ചിരുന്നവരാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചുരുക്കത്തിൽ ഇവർ കഴിഞ്ഞ ജന്മത്തിൽ സത്യവും ധർമ്മവും കാത്തു സൂക്ഷിച്ചിരുന്നവരായിരുന്നു എന്ന് പറയാം. അതിനായി പടപൊരുതിയിരുന്ന യോദ്ധാക്കളായോ പോരാളികളായോ ഇവർ പ്രവർത്തിച്ചിരുന്നു. ആത്മീയ കാര്യങ്ങളിൽ തത്വചിന്തകളിലും കർമ്മശേഷി ഉപയോഗിച്ചിരുന്നവരായിരുന്നു ഇവരെന്നും നമുക്ക് പറയാൻ പറ്റും. പിതൃക്കളെ സ്മരിക്കുന്നതിനും ആരാധിക്കുന്നതിനും മൂലം നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യങ്ങൾ കൈവരുന്നതാണ്. അതായത് പിതൃക്കളെ സ്മരിക്കുന്നതും ആരാധിക്കുന്നതും ഈ മൂലം നക്ഷത്രക്കാർക്ക് വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതുമാണ്. അപ്പോൾ മൂലം നക്ഷത്രക്കാരുടെ കഴിഞ്ഞ ജന്മത്തിലെ രഹസ്യം അല്ലെങ്കിൽ ആരായിരുന്നു എന്ന വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.